പ്രതികാരം. കഥ എഴുതിയത് ഡോക്ടർ ഇന്ദു കെ.വി. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ നല്ല മഴയായിരിക്കുമെന്ന് കരുതിയെങ്കിലും ഭാഗ്യത്തിന് ആകാശം തെളിഞ്ഞിരിക്കുകയാണ്. ബസ്സിൽ സീറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ഓഫീസിൽ ഇന്ന് പതിവിലേറെ തിരക്കായിരുന്നു. ഫയലുകൾക്കിടയിൽ നിന്ന് പുറത്തു വരാനായത് ഊണ് കഴിക്കാൻ മാത്രമായിരുന്നു. ആ സമയത്താണെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള അക്രമമായിരുന്നു സംസാര വിഷയം. വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴാണ് ഓർത്തത്, രാവിലെ ജിത്തുവേട്ടൻ പ്രത്യേകം എടുത്തു വെച്ച വെള്ളം ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഈയിടെയായി വൈകുന്നേരം വീട്ടിലെത്തിയാൽ തലവേദന പതിവാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് തലവേദനയെന്നാണ് ജിത്തുവേട്ടൻ പറയുന്നത്. ചിക്കുമോളെ സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ടും കൊഞ്ചിച്ചിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മ പറയുന്നത് ശരിയാണ്. ജീവിതം ഇങ്ങനെ ഓടിത്തീർത്തിട്ട് എന്ത് കിട്ടാനാണ്? ചിക്കുവിന് 7 വയസ്സേ ആയിട്ടുള്ളൂ. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നാലെ കൂടും. അടുക്കള ജോലിയും അവളുടെ കൊഞ്ചലും കൂടിയാകുമ്പോൾ ദേഷ്യം വരും. അമ്മയ്ക്കും പ്രായമായി. അടുക്കളയിൽ സഹായിക്കാനൊന്നും വയ്യാതായി. അല്ലേലും അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മയ്ക്ക് പ്രായം കൂടിയതുപോലെ തന്നെയാണ്. പിണങ്ങിയും ചിണുങ്ങിയുമൊക്കെ മോൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് അല്പം സമയം സ്വന്തമായി കിട്ടുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മോളെ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത ആദിയാണ്. 2-3 തവണ മോളെ കാണാതാവുന്നതായി സ്വപ്നം കണ്ടിരുന്നു. അതിൽ പിന്നെ ഉറക്കവും ശരിയാവുന്നില്ല. ജിത്തുവേട്ടനോട് സ്വപ്നത്തിൻ്റെയും ഉറക്കമില്ലായ്മയുടെയും കാര്യങ്ങൾ പറഞ്ഞതിൽ പിന്നെ പത്രം വായിക്കാനും TV-യിൽ വാർത്ത കാണാനും സമ്മതിക്കാറില്ല. പക്ഷേ മൊബൈലിൽ ഉള്ളതും ഇല്ലാത്തതുമായ വാർത്തകളെല്ലാം തന്നെ പൊലിപ്പിച്ചു വരാറുണ്ടല്ലോ. എന്തോ മനസ്സിലെപ്പോഴും പേടിയാണ്. എത്രയും പെട്ടെന്ന് മോളൊന്ന് വലുതായെങ്കിൽ. പക്ഷേ വലുതായിട്ട് കാര്യമുണ്ടോ? ബസ്സിലും തീവണ്ടിയിലും വിമാനത്തിലും വരെ പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിച്ച വാർത്തകൾ താനും വായിക്കുന്നതാണല്ലോ. വിവാഹം കഴിപ്പിച്ചു വിട്ടാലും വല്ല സ്റ്റൗ പൊട്ടിത്തെറിച്ചോ പാമ്പിൻ്റെ കടിയേറ്റോ. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഓർത്തു കൂട്ടുന്നത്? ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ജിത്തുവേട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നുവെങ്കിൽ കാറും കൊണ്ട് തന്നെ വിളിക്കാൻ വരുമായിരുന്നു. ഇതിപ്പോൾ പകർച്ചവ്യാധിയുടെ വ്യാപനം കാരണം ബസ്സുകളുടെ എണ്ണവും കുറവാണ്. ഭാഗ്യത്തിന് ബസ്സിൽ കയറി പറ്റാൻ സാധിച്ചു. സൈഡ് സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിക്കാനും കഴിഞ്ഞു. നേരിയ തണുത്ത കാറ്റ്. കണ്ണുകൾ അടഞ്ഞു പോകുന്നു. ഒന്ന് മയങ്ങിയോ? അയ്യോ, ഇറങ്ങാനുള്ള സ്ഥലം കഴിഞ്ഞോ? വെപ്രാളത്തോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സ്റ്റോപ്പ് എത്താറായിരിക്കുന്നു. റോഡിൽ ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരാൾക്കൂട്ടം. ഉച്ചയ്ക്ക് എപ്പോഴോ സംഭവിച്ചതാണ്. ആളുകൾ പിറുപിറുക്കുന്നുണ്ട്. എന്തോ മനസ്സ് വല്ലാതെ പിടയുന്നു. വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് റോഡ് സൈഡിലുള്ള അഴുക്കുചാലിൽ നിന്ന് പുറത്തേക്കൊരു പിഞ്ചു കാൽപാദം. ഈശ്വരാ, എൻ്റെ മോള്! കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. ഉച്ചയ്ക്ക് അമ്മയെങ്ങാനും ഉറങ്ങിപ്പോയോ? തല നേരെ നിൽക്കുന്നില്ല. ശരീരം തളരുന്നത് പോലെ. പോലീസ് എത്തിയിട്ടുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. ആൾക്കൂട്ടത്തിൽ അമ്മയുടെ കരഞ്ഞു കലങ്ങിയ മുഖം. വെറും 14 വയസ്സുള്ള പയ്യനാണത്രേ ഈ കടുങ്കൈ ചെയ്തത്. അവനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ കുശുകുശുക്കുന്നു. കൈകൾ അറിയാതെ ബാഗിൽ പരതി. സ്വയം രക്ഷയ്ക്ക് കരുതി വച്ചിരുന്ന കത്തി സുരക്ഷിതമായിരിപ്പുണ്ട്. പോലീസുകാരുടെ അകമ്പടിയോടെ വരുന്നുണ്ടവൻ. മറ്റൊന്നും ആലോചിച്ചില്ല. ബാഗിൽ നിന്നും കത്തിയെടുത്ത്
ഓടിച്ചെന്ന് അവൻ്റെ അടിവയറ്റിനു താഴേക്ക് കുത്തിയിറക്കി. ഇവൻ്റെ ഇനിയുള്ള ജീവിതം പാഴായി പോകട്ടെ. തലയാകെ തരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആളുകൾ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അമ്മേ എന്നുറക്കെയുള്ള വിളി കേട്ടത്. ചിക്കുമോൾ! അമ്മൂമ്മയുടെ പിന്നിൽ പതുങ്ങി നിൽക്കുന്നു അവൾ. അപ്പോൾ ആ കാലുകൾ! ഈശ്വരാ! ഡോക്ടർ ഇന്ദു KV കണ്ണൂർ ജില്ലയിലെ കണ്ണാപുരത്ത് KV ശിവപ്രസാദിൻ്റെയും PC വത്സലയുടെയും മകളായി ജനിച്ചു. ഹിന്ദിയിലെയും മലയാളത്തിലെയും നാടോടി സാഹിത്യം ഒരു താരതമ്യ പഠനം എന്ന വിഷയത്തിൽ കൊച്ചി സർവകലാശാലയിൽ നിന്ന് PhD ബിരുദം. ഗവൺമെൻറ് കോളേജ് കാസർഗോഡ്, PTM ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപനം. ഇപ്പോൾ കേരള സർവകലാശാലയിൽ അധ്യാപികയാണ്. പ്രബന്ധ സമാഹാരങ്ങൾ, നാടോടി സാഹിത്യ പഠനം, ഹിന്ദിയിലെയും മലയാളത്തിലെയും ബാലസാഹിത്യം, എഡിറ്റഡ് പുസ്തകങ്ങൾ. സ്ത്രീ ജീവിത യാത്രയുടെ വിവിധ നിറങ്ങൾ, പ്രവാസി സാഹിത്യത്തിൻ്റെ സാംസ്കാരിക അടയാളപ്പെടുത്തലുകൾ, ലണ്ടൻ പാർലമെൻറ്റ്, ഓക്സ്ഫോർഡ് സർവകലാശാല, കാൻബറി ക്രൈസ്റ്റ് ചർച്ച് സർവകലാശാല തുടങ്ങി നിരവധി സർവകലാശാലകളിലും കോളേജുകളിലുമായി 50-ലധികം പ്രബന്ധാവതരണങ്ങൾ, 20-ലധികം ലേഖനങ്ങൾ വിവിധ മാസികകളിൽ പ്രസിദ്ധീകരിച്ചു. ഭർത്താവ് ഡോക്ടർ സുജീഷ് MK. മക്കൾ ബദ്രി, കരുൺ, ജാൻവി.